സ്പോട്ട് ലൈവ് തുടരുന്നു. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകി വിട്ടു. മസ്തകത്തിൽ മരുന്ന് വെച്ച് ആന്റിബയോട്ടിക്കുകൾ നൽകി. മറ്റാനകൾക്കൊപ്പം ചാലക്കുടി പുഴയുടെ കരയിലുള്ള മുളങ്കാടിലാണ് രാവിലെ മുറിവേറ്റ കൊമ്പനെത്തിയത്. മയക്കുവെടിയേറ്റതിനെ തുടർന്ന് ആന കാലടി പ്ലാന്റേഷനിലെ ക്ഷേത്രത്തിന് സമീപം നിലയുറപ്പിച്ചപ്പോഴാണ് ചികിത്സ നൽകിയത്. ആനകൾ തമ്മിൽ കൊമ്പുകോർത്തുണ്ടായ മുറിവ് ആഴത്തിലുള്ളതായിരുന്നുവെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ആനയ്ക്ക് തുടർ നിരീക്ഷണം നൽകുമെന്ന് DFO R. ലക്ഷ്മി അറിയിച്ചു. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പന്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലേസൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് റിസ്ക്കാണ്, കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സെറ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി, നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ് ചെയ്തു, ആന്റിബയോട്ടിക് കവറേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. 2 സ്റ്റാഫും നമ്മുടെ 2 വാച്ചറും ഇപ്പോൾ ഉണ്ട്. ചെറുതായിട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഒക്കെ നടന്നു തുടങ്ങിയതായിട്ടാണ് ഇൻഫർമേഷൻ. ഇപ്പോൾ വനത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ വെച്ചാണ് ട്രീറ്റ് ചെയ്തത്. അല്ല, തിരിച്ച് മിക്കവാറും പുഴയുടെ സൈഡിലേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ആനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് കിട്ടി. നമുക്ക് അതുകൊണ്ട് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റി. വിശദാംശങ്ങളുമായി അതിരപ്പള്ളിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ ആനയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയണം. അതോടൊപ്പം ഈ ചികിത്സ നൽകിയ ശേഷം ഈ കാട്ടാന തിരികെ വനം മേഖലയിലേക്ക് തിരികെ പോയിട്ടുണ്ടോ ഡാനി? ടോം, ഈ ആനയ്ക്ക് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ അരുൺ സക്രിയയും അതോടൊപ്പം തന്നെ DFO R. ലക്ഷ്മിയും പറഞ്ഞത്. കാരണം നല്ല രീതിയിൽ ആഴത്തിലുള്ള മുറിവ് അതിനെ ഏറ്റിട്ടുണ്ട്. അത് മറ്റ് കൊമ്പന്മാരുമായുള്ള സംഘർഷത്തിനിടയിൽ പറ്റിയതാണ്. വലിയ മുറിവാണ് മസ്തകത്തിന് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ചികിത്സിക്കുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ തീരുമാനമെടുക്കാൻ നിർബന്ധിതരായത്. അതിന് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നവർ പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനൊരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ സെഡേഷനിൽ നിർത്തിക്കൊണ്ട് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നത്. ഗൗണി വെച്ച് അതിൻ്റെ മസ്തകത്തിനടുത്തേക്ക് ചെന്ന് വളരെ സാഹസികമായിട്ട് തന്നെയാണ് അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കിയ, ഒപ്പം തന്നെ മരുന്നുമെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു വെടിയേറ്റതിൻ്റെ ഒരു ക്ഷീണം, അതിൻ്റെ ഒരു ആലസ്യം മറികടക്കുമ്പോൾ സ്വാഭാവികമായും അത് തിരിച്ച് വനത്തിലേക്ക് കയറും. ആ രീതിയിലുള്ളതാണ് അതിൻ്റെ ഒരു രീതിയെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ വൈകാതെ ഇവിടങ്ങളിലെല്ലാം തന്നെ വിഹരിക്കുന്നതാണ്. നമുക്ക് ആ പുറകിലുള്ള ഈ പ്ലാന്റേഷൻ ഭാഗത്താണ്, വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 14 എന്ന് പറയുന്ന ഈ സ്ഥലത്താണുള്ളത്. ഇതിനപ്പുറത്താണ് ആദ്യമായിട്ട് ഇന്ന് ഈ ആനയെ കാണുന്നത് അടക്കമുണ്ടാവുന്നത്. ഇവിടങ്ങളിലാണ് ഇതിൻ്റെ ഒരു വിഹാര കേന്ദ്രം. ടോം, ഇതിൻ്റെ ഈ സ്ഥലം നോക്കുക. ഇവിടേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണപ്പന തോട്ടമാണ്. ഈ മറിഞ്ഞു കിടക്കുന്നത് കാറ്റത്ത് വീണതൊന്നുമല്ല. അങ്ങോട്ട് നോക്കുമ്പോഴെല്ലാം തന്നെ നിരവധിയായ ഈ പന മറിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാട്ടാനകൾ ഇവിടെയൊക്കെ എത്തി മറിച്ചിട്ടതാണ് ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഈ കാണുന്നത് ആനപ്പിണ്ടം അതെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് സ്ഥിരം വിഹരിക്കുന്ന ഒരു മേഖലയാണ്. ഇത് കൂട്ടമായി എത്തുന്നു, ഒറ്റയ്ക്ക് എത്തുന്നു. ഇതങ്ങി എണ്ണപ്പന കുത്തി മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ആ തലഭാഗം അത് കഴിച്ച് പനമ്പട്ടയെല്ലാം കഴിച്ച് മടങ്ങുന്ന രീതി ഇതിൻ്റെ ഒരു വിഹാര കേന്ദ്രങ്ങളൊക്കെ തന്നെയാണ്. ഇതിനിടയിൽ ഈ കൂട്ടങ്ങൾ ചേർന്ന് ഇടയ്ക്ക് സംഘടന ഉണ്ടാകുന്നതിലാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. ആനയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് ഇപ്പോൾ മരുന്നും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അത് തിരിച്ച് കാട്ടിലേക്ക് കയറും. സ്വാഭാവികമായി അത് തിരിച്ചു പോകും എന്നതെല്ലാം തന്നെയാണ് നമ്മൾ കരുതുന്നത്. DFO അടക്കമുള്ളവർ ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്ന് പറയുന്നു. എന്തായാലും 2 ദിവസത്തെ തെരച്ചിൽ നടത്തിയിട്ടും അതിൽ വലിയ രീതിയിലേക്ക് ഒരു ഫലം കണ്ടിരുന്നില്ല. പിന്നീട് ഇന്ന് ആണ് ആനയെ കണ്ടെത്തിയതായി പറയുന്നത്. ഈ ആനയെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന റൂബൻലാൽ പ്രദേശവാസിയാണ്. റൂബൻലാലിനോട് ഒപ്പം ചേരുന്നു. റൂബൻലാലിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് ആദ്യം ഇങ്ങനെ ഒരു ആനയ്ക്ക് മുറിവ് പറ്റിയതും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തേക്ക് അറിയുന്നതും വനം വകുപ്പ് നടപടികളിലേക്ക് നീങ്ങുന്നത്. 2 ദിവസമായി തെരഞ്ഞിരുന്ന ആനയെ ഇന്ന് വീണ്ടും രാവിലെ തന്നെ റൂബൻലാലിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നു. അങ്ങനെ വിവരം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ്. എവിടെ വെച്ചായിരുന്നു ഇത് കണ്ടെത്തിയത്? കൃത്യമായിട്ട് പറഞ്ഞാൽ വെറ്റിലപ്പാറ 14 എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എണ്ണപ്പന തിന്നുന്ന തരത്തിലാണ് നമ്മൾ കാട്ടാനയെ കണ്ടത്. ഇന്നലെ വൈകിട്ട് വരെ വനം വകുപ്പ് സകല സന്നാഹങ്ങളും ഉപയോഗിച്ച് തെരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് രാത്രിയിൽ ആന പുഴ കടന്ന് മറുകരയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇന്ന് രാവിലെ തന്നെ
ആന ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തുകയും അങ്ങനെ ആണ് ഒരു 4 ആനകളെ കണ്ടെത്തുകയും ആ 3 ആനകളോടൊപ്പം ഈ മുറിവേറ്റ ആനയെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഏകദേശം 6:30 കഴിഞ്ഞതോടെ നമ്മൾ ഈ ആന തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ വനം വകുപ്പിനെ നമ്മൾ വിവരം അറിയിച്ചു. അങ്ങനെയാണ് നടപടികളെല്ലാം വളരെ വേഗത്തിൽ. അതെ, പിന്നീട് വനം വകുപ്പ് എല്ലാ മേഖലകളിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും ഡോക്ടർ അരുൺ സക്കറെ അടക്കമുള്ള ആളുകൾ വളരെ വേഗം ഈ വിഷയത്തിൽ ഇടപെടാനായിട്ട് ഈ ആനയുള്ള സ്ഥലത്തേക്ക് എത്തുകയും അങ്ങനെ എല്ലാം പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ചികിത്സയിലേക്ക് എത്തിയതെല്ലാം തന്നെ ഒരു സന്തോഷമുള്ളൊരു അനുഭവം തന്നെയാണ്. അതെ, വളരെ സന്തോഷം. അത് ചികിത്സിക്കാൻ വനം വകുപ്പ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൽ തന്നെ വലിയ സന്തോഷം. കൃത്യമായിട്ട് ഡോക്ടർ ഈ പരിശോധന നടത്തിയപ്പോഴാണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്താണ് ഈ മുറിവ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നത്. മറ്റൊന്നുകൂടി ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ആന കുത്തിമറിച്ചിട്ടതും കാര്യങ്ങളും. അപ്പോൾ അത്ര കണ്ട് ഇത് തൊട്ടപ്പുറത്തെ റോഡിനപ്പുറം ജനവാസ കേന്ദ്രം എല്ലാം തന്നെ ഇത് തമ്മിലൊരു വലിയ വേർതിരിവുകളൊന്നുമില്ല. മറ്റിടങ്ങളിലെ പോലെ തന്നെ വനമേഖലയോട് ചേർന്ന പല പ്രദേശങ്ങളും പോലെ തന്നെ സംസ്ഥാനത്ത് ഇവിടെ കാട്ടാന ശല്യവും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും എല്ലാം തന്നെ രൂക്ഷമാണ്. ഈ കാട്ടുപന്നി അങ്ങനെയുള്ള എന്താണ് പൊതുവിലത്തെ ഒരു സ്ഥിതി? എങ്ങനെയാണ് പൊതുവിലെ സ്ഥിതി? ഈ അതിരപ്പള്ളി മേഖലയിൽ കൃഷി ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന് വലിയ നഷ്ടമാണ് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു 25ഓളം കൊമ്പനാനകൾ ദിനം പ്രതി പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എണ്ണപ്പനത്തോട്ടങ്ങളിൽ കയറി ഇറങ്ങി എണ്ണപ്പനകൾ നശിപ്പിക്കുന്നുണ്ട്. ദിവസേന ഒരു 20 പനയെങ്കിലും എണ്ണപ്പനകൾ നശിപ്പിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണപ്പനത്തോട്ടം അധികം നാൾ ഉണ്ടാവില്ല, ഇത് പെട്ടെന്ന് അവസാനിച്ച് പോകും. അതുകൊണ്ട് മാത്രമാണ് ജനവാസ മേഖലയിലേക്ക് ഒരു കാഷ്വാലിറ്റി എന്നുള്ള രീതിയിലൊക്കെ വളരെ അപൂർവമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങൾ ഇനിയും വരുന്ന നാളുകളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ. ഈ എണ്ണപ്പന കൊണ്ട് തൽക്കാലം നിൽക്കുവാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരും. അതായത് ആനകൾ എണ്ണപ്പനയിൽ തമ്പടിക്കുകയും ജനവാസ മേഖലയിലുള്ള കൃഷിയിടങ്ങളിലേക്ക് അപൂർവമായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും കൃഷി നശിപ്പിക്കുന്നുണ്ടെങ്കിലും ആളുകളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് വളരെ അപൂർവമായിട്ടാണ് കാട്ടാനകൾ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അത് ഇനിയുള്ള കാലങ്ങളിൽ രൂക്ഷത കൂടാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, കൃഷി നശിപ്പിക്കുന്നതോടുകൂടി എണ്ണപ്പന നശിക്കുന്നതോടുകൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോവും. വനം വകുപ്പ് വനത്തിനകത്ത് എന്തുകൊണ്ട് കാട്ടാനകൾ പുറത്തിറങ്ങുന്നു, ആനകൾക്ക് കാടിനകത്ത് എന്തുകൊണ്ട് നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പഠനവും അതിന് പരിഹാരവും കണ്ടാൽ മാത്രമാണ് ജനങ്ങൾ വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കഴിയുള്ളൂ. ടോം, ഇതാണ് ഒരു അവസ്ഥ. കാരണം ഇപ്പോൾ നമ്മൾ ചികിത്സ നൽകിയ കാട്ടാന അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഈ ഇപ്പോൾ റുബൻ പറഞ്ഞതുപോലെ എണ്ണപ്പനത്തോട്ടമുള്ളത് കൊണ്ട് കാട്ടാനകൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൂ. ഇതിൻ്റെ ഒരു സമൃദ്ധിയിലും ആണ് അത് വളരെ സ്വച്ഛമായിട്ട് പലപ്പോഴും വിഹരിക്കുന്നത്. ഇവിടെ പുറത്തേക്ക് വലിയ രീതിയിലൊരു ആളുകൾക്ക് അത്ര കണ്ട് നേരിട്ട് ഏറ്റുമുട്ടില്ലാത്തൊരവസ്ഥയിലേക്കെല്ലാം തന്നെ വരുന്നത്. എങ്കിൽ കൂടിയും കാട്ടാനകളുടെ മുന്നിൽപ്പെടുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ സൂചനകളും ഉള്ളത്. കാട്ടുപന്നിയുടെയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് കാട്ടാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഡാനി? ടോം, ഇതിനു മുൻപും അത്തരം സന്ദർഭങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കാട്ടാന ഇറങ്ങി വരുന്നത് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് തന്നെ ഉള്ളത്. അത് ഈ വനത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ പ്രദേശങ്ങളൊക്കെ തന്നെയാണിത്. ഇത് വലിയ വേർതിരിവുകൾ ഈ ഇടങ്ങളിലായിട്ട് ഇല്ല എന്നുള്ളതാണ്. പുറത്തേക്ക് ഇപ്പോൾ വരുമ്പോഴേക്കിപ്പോൾ ഈ പുഴ ഇതിലേക്ക് കടന്നു വരുന്നൊരവസ്ഥ ഉണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അകത്തുകൂടിയുള്ള വഴികളിലെല്ലാം തന്നെ നിത്യേന എന്നോളം ആനയെ ഒറ്റയ്ക്കായും കൂട്ടമായും എല്ലാം തന്നെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ട്. ആളുകൾക്കെല്ലാം അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനെ ഏത് രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നതെല്ലാം തന്നെ വലിയ ചോദ്യമാണ്. അത് എങ്ങനെ സാധിക്കുമെന്നതും. കാരണം കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്കെല്ലാം തന്നെ എല്ലായിടത്തും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. വനം വകുപ്പ് അത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് നടപടികളിലേക്ക് നീങ്ങിയില്ല എങ്കിൽ
ഇപ്പോൾ നമ്മൾ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഈ കോതമംഗലം, മുള്ളരിങ്ങാട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം നമ്മൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലുള്ളൊരു പ്രദേശത്തോട് ഇനിയും അതിരപ്പള്ളിയുടെ കാര്യവും ചേർത്ത് വായിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നതാണ് ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് അതിരപ്പള്ളിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വലിയൊരു ആശങ്ക ഒഴിവാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും തുടർച്ചയായി ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യം. ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലാണ് വേണ്ടത്. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് തിരുവനന്തപുരം കഠിനംകുളത്തെ